ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ഇൻവിസിബിൾ ചെയിൻ്റെ മേക്കിംഗ് കണ്ടാലോ. ഇച്ചിരി വലിപ്പമുള്ളൊരു സിംഗിൾ പെൻഡൻറ്റിൻ്റെ മേക്കിംഗ് ആട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ലോക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കട്ടർ എടുത്തിട്ടുണ്ട്, പ്ലെയർ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ട കൊളുത്ത്, 2 ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലൊന്നും കാണിക്കാണ്ട് ഞാൻ വൈറ്റ് ബീഡ്സ് 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗിയർ വയർ നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിന് നമ്മുടെ വേണ്ട അളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വീഡിയോൻ്റെ അവസാനം ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഗിയർ വയർ മുറിച്ചെടുത്ത് അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഗിയർ ലോക്കിൻ്റെ ഹോളിൻ്റെ അകത്തൂടെ അപ്പുറത്തെ എൻഡും കയറ്റി നമ്മളിത് വളരെ ടൈറ്റാക്കി ലോക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിലും ഒന്നും ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. 1-2 വട്ടം കാണുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പ്ലെയർ വെച്ച് ഗിയർ ലോക്ക് നല്ലപോലെ ടൈറ്റായി കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ സെക്യൂർ ആയിട്ട് അത് ഇരിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് എക്സസ് വരുന്ന പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പെന്നിൻ്റെ ഭാഗത്ത് പണി നോക്കാം. അതിനായിട്ട് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അതൊരു സെൻറ്ററിലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെയിൻ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ആ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബീഡ്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു വൈറ്റ് ബീഡ്സ് ഉണ്ടെന്ന്, ആ വൈറ്റ് ബീഡ്സും പിന്നെ നമ്മുടെ പെൻഡൻറ്റും സെയിം വൈറ്റ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും അപ്പുറത്തും ആഡ് ചെയ്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെൻഡൻറ്റിൻ്റെ പണിയും കഴിഞ്ഞു. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിന് താഴെ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ചെയിൻ ആട്ടോ ഇൻവിസിബിൾ ചെയിൻ. പിന്നെ അഥവാ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നാൽ നിങ്ങൾക്ക് ഇത് ഓണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പുതിയ പേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വർണ്ണ എന്നാണ് പേജിൻ്റെ പേര്, വർണ്ണ ബൈ ദിയ എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഞാനത് കൊടുക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കി, ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ പെന്നിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ലാസ്റ്റിലേക്കുള്ള ഹുക്ക് സെറ്റാക്കാൻ, നമ്മുടെ ചെയിൻ ടൈറ്റ് ആക്കാനുള്ള ഹുക്ക് സെറ്റാക്കാൻ, അതിനും ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ ചെയിൻ ഇൻസേർട്ട് ചെയ്ത് പിന്നെ ഗിയർ ലോക്ക് നേരത്തെ പോലെ തന്നെ വലിച്ച് പ്രസ് ചെയ്ത് ടൈറ്റാക്കി വലിച്ചെടുത്തിട്ട് ലോക്ക് ചെയ്യുക. പ്ലെയർ വെച്ച് ടൈറ്റ് ആക്കി കഴിഞ്ഞ് നമ്മൾ എക്സസ് പോർഷൻ കട്ട് ചെയ്യുക. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പറയണം. ഈ മാല നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയാണ്, വളരെ അഫോർഡബിൾ റേറ്റുമാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത റേറ്റിലാട്ടോ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? സിമ്പിളായിട്ട് ചെയിൻ ഇൻവിസിബിളായി നല്ലൊരു പെൻഡൻറ്റ് മാത്രമേ കിടന്ന ഒരു ചെറിയ കമ്മലിട്ടാൽ നമ്മുടെ ഓൺ ലുക്കിനൊക്കെ നല്ല ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ടാറ്റ.